ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒരു വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കലുകൾ എന്ന് പറയുന്നത്. ഈ കൊഴിഞ്ഞുപോക്കലുകൾ ചെന്നെത്തുന്നത് വലതുപക്ഷത്തേക്കല്ല, UDF-ലേക്കല്ല, അത് നേരെ മറിച്ച് BJP പക്ഷത്തേക്കാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പലയിടങ്ങളിൽ നിന്നായി, അതായത് കേരളത്തിലുടനീളം പല ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ് കൂട്ടമായി BJP-യിലേക്ക് ചേർന്നിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് എടുത്തു പറയാനായിട്ട് പ്രധാനപ്പെട്ട, അതായത് BJP-ക്ക് വിജയസാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും നിരവധി പേർ ഇടതുപക്ഷ പാളയത്തിൽ നിന്നും, അതായത് CPM CPI ഒക്കെ വിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് ചേരുന്നു. അതിൽ പ്രവർത്തകരടക്കം, കുടുംബങ്ങളടക്കം, അതോടൊപ്പം തന്നെ പല നേതാക്കളടക്കം, പല സ്ഥാനങ്ങളിലിരുന്ന നേതാക്കളടക്കം നിരവധി പേരാണ് BJP പാളയത്തിലേക്ക് ചേരുന്നത് തന്നെ. ഏകദേശം 300-ൽ കൂടുതൽ പേർ, അതായത് പ്രവർത്തകർ, നേതാക്കളടക്കം 300 പേരിൽ കൂടുതലാണ് ഒറ്റയടിക്ക് കൂട്ടമായി BJP പാളയത്തിലേക്ക് ചേർന്നിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് തന്നെ. അതായത് ഈ പറയുന്ന തോതിൽ പല ഇടങ്ങളിൽ നിന്നായി, ഈ പറയുന്ന പല ജില്ലകളിൽ നിന്നായി ഇടതുപക്ഷ ചായ്വുള്ള പ്രവർത്തകർ, നേതാക്കൾ, പല സ്ഥാനങ്ങളിൽ ഇരുന്നവർ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ചായ്വുള്ള പല കുടുംബങ്ങളടക്കം നിരവധി പേർ കൂട്ടമായി BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ ഈ പറയുന്ന തോതിൽ വലതുപക്ഷത്തിലേക്ക് ചെല്ലാതെ നേരെ മറിച്ച് BJP പാളയത്തിലേക്ക് ചെന്നെത്തുന്നത് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ തന്നെ നിരവധി പേരാണ് ഇടതുപക്ഷത്തിൽ നിന്നും കൂട്ടമായി കൊഴിഞ്ഞു പോകുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പല ഇടങ്ങളിൽ നിന്നായി തന്നെയും ആ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നായാലും, അതോടൊപ്പം തന്നെ കൊല്ലത്ത് നിന്നായാലും, തൃശ്ശൂർ നിന്നായാലും, ആലപ്പുഴ നിന്നായാലും ഒക്കെ തന്നെയും നിരവധി പേരാണ് ഇടതുപക്ഷത്തിൽ നിന്നും, പ്രത്യേകിച്ച് CPM-ൽ നിന്ന് തന്നെ രാജിവെച്ചുകൊണ്ട് നിരവധി പേർ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ. 300 പേരിൽ കൂടുതൽ പ്രവർത്തകർ, നേതാക്കളടക്കം 300 പേരിൽ കൂടുതൽ കൂട്ടമായി ഒറ്റയടിക്ക് തന്നെ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ തന്നെയും ഈ രീതിയിലുള്ള കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെയും എങ്ങനെയാണ് ഇടതുപക്ഷം നേരിടാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകൾ പല പാർട്ടികളിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. പക്ഷേ വളരെ വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇടതുപക്ഷത്തിൽ നിന്നും ചെന്ന് BJP പക്ഷത്തേക്ക് ചേരുന്നവരൊക്കെ തന്നെയും BJP ഗുണകരമായി മാറുമോ, അതൊക്കെ തന്നെ വോട്ടാക്കി മാറ്റാനായിട്ട് BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെയും നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറുതായി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ തന്നെയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.